രാജസ്ഥാനിൽ അറസ്റ്റിലായ പാക് ഭീകരൻ താമസിച്ചിരുന്നത് മൂന്നാറിൽ എന്ന് ഡൽഹി പോലീസ്. പാക് ഭീകരൻ വഖാസ് അഹമ്മദ് അടക്കം 4 ഇന്ത്യൻ മുജാഹിദീൻ ഭീകരരാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പിനിടെ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. ഭീകരരുടെ അറസ്റ്റിനെ തുടർന്ന് നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിന്റെ വിശ്വാസ്യത സംശയാസ്പദമാക്കുന്നത് ഈ വാർത്തയുടെ ആധികാരികത, വസ്തുനിഷ്ഠത എന്നതിനപ്പുറം ഇത് ഒരു പ്രത്യേക രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള അന്വേഷണ ഏജൻസികളുടെ തന്നെ അമിത വ്യഗ്രതയാണ്. ഇത്തരം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നരേന്ദ്രമോദി അല്ല ഇവിടെ വിഷയം. നമ്മുടെ ഇലക്ഷനെ അട്ടിമറിക്കാൻ, ഭാരതത്തെ ആക്രമിക്കാൻ ഇത്തരം ആൾക്കാരുണ്ടെങ്കിൽ അവ മറച്ചു വെക്കണമെന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. തീർന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഫൗണ്ടേഷണൽ ഐഡിയ ഇന്ത്യയിൽ മുസ്ലിംസ് ഇൻസെക്യൂർ ആണ് എന്നുള്ളതാണ്. ഭാരതത്തിൽ വർഗീയ കലാപങ്ങൾ, ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ നരേന്ദ്രമോദി അല്ല ടാർഗറ്റ്. നരേന്ദ്രമോദി ആക്രമിക്കുന്നതിലൂടെ ഒരു ഹിന്ദു മുസ്ലിം കലാപം പ്ലാൻ ചെയ്യുന്ന അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾ ഉള്ളപ്പോൾ അതെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ സെൽഫ് ഡിനയൽ, ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അത് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്ന ദൗർഭാഗ്യകരമാണ്. ഇത്തരം വാർത്തകൾ ഉണ്ടെങ്കിൽ വെളിയിൽ വരണം. 9 വയസ്സുള്ളവന് ബിരിയാണിയും 19 വയസ്സുള്ളവന് കന്യകയും ഓഫർ ചെയ്ത് സ്വർഗത്തിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് ഈ രാജ്യത്തേക്ക് വിടുന്നത് ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമും ക്രിസ്ത്യാനിക്കും എല്ലാം എതിരാണ്. കാര്യം ബോംബ് ഒരാൾ വെക്കുകയാണെങ്കിൽ മരിക്കുന്ന ആൾക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഭേദമില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. രാജ്യത്തിന് നേരെ, നരേന്ദ്രമോദി അല്ല ഇവിടെ വിഷയം, ഭാരതത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളാണ്. അവയുണ്ടെങ്കിൽ ജനങ്ങൾ അറിയണം. ഒരു വാർത്തയും കൂടെ, മൂന്നാറിലടക്കം താമസിച്ചു. കേരളത്തിൽ ധാരാളം സ്ലീപ്പർ സെല്ലുകളുണ്ട്, ടെറർ സിമ്പതൈസേഴ്സിന്റെ സെല്ലുകളുണ്ട് എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളും ദേശീയ അന്വേഷണ ഏജൻസികളും ഒരുപാട് കാലമായി സൂചന തരുന്നതാണ്. നമ്മുടെ മൂന്നാറിലടക്കം ഒളിച്ചു താമസിച്ചത് കണ്ണടച്ചാൽ നമ്മുടെ കണ്ണിന് മാത്രമേ ഇരുട്ടാകുള്ളൂ. ഒരിക്കലും മറച്ചു വെക്കരുത്. ഇത് മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ആർക്കോ എതിരോ അനുകൂലമല്ല. പകരം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആശയത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണിത്. അത് തടയാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം അവിടെ രാഷ്ട്രീയം കൊണ്ടുവരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ രാഹുൽ ഈശ്വർ, 4 പേർക്ക് ഈ ജനാധിപത്യ പ്രക്രിയയെ തകിടമറിക്കാൻ കഴിയുമെന്നതാണോ ഏറ്റവും വലിയ വിശ്വാസ്യത ഉള്ള നിരീക്ഷണമായി എടുക്കേണ്ടത് അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ? പ്രിയപ്പെട്ട വേണുജി, എന്ത് കഷ്ടമാണ്. ഈ 4 പേര് ചേർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ അല്ല, ഇപ്പം നരേന്ദ്രമോദി പോലൊരു നേതാവിന് നേരെ ബോംബാക്രമണം ഉണ്ടായാൽ അതിന്റെ റിപ്പർക്കഷൻസ് എന്തായിരിക്കും? പറ്റ്നയിലെ റാലിയിൽ 5 പേര് മരിച്ചു. കുറച്ച് സമചിത്തത കുറവോടുകൂടി നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ആരെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിൽ രാഷ്ട്രത്തിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? അപ്പൊ 4 പേര് ചേർന്ന് 121 കോടി പേരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ 4 പേർക്ക് ചേർന്ന് ഒരാളെ കൊല്ലാൻ ധാരാളം മതി, ഒരു ബോംബ് മതി. അതുകൊണ്ടുണ്ടാകുന്ന വർഗീയ കലാപങ്ങൾക്കും ലഹളയുമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. 2, നമ്മുടെ നാട്ടിൽ ഞാൻ എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്, എല്ലാവരും ദേശസ്നേഹികളാണെന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ എന്തിനാ പാകിസ്ഥാൻ പോലെ ലോകത്തിലെ ഏറ്റവും ചീത്ത വൃത്തികെട്ട രാജ്യം, ഒസാമ ബിൻ ലാദന് പോലും അഭയം കൊടുക്കുന്ന രാജ്യത്തിനെ ന്യായീകരിക്കുന്നത്? ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഉപേക്ഷിച്ച് 3 കോടിയുള്ള നമ്മുടെ മുസ്ലിങ്ങളെ പിന്നെ അബ്ദുറഹ്മാൻ സാർ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ചില ആൾക്കാരെങ്കിലും പോലീസിൽ സ്ഥാപിത താല്പര്യത്തോടെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏത് ഭാഗത്തുനിന്നും, ഹിന്ദു വർഗീയവാദികളുടെ ഭാഗത്തുനിന്നും മുസ്ലിം വർഗീയവാദികളുടെ ഭാഗത്തുനിന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല കേസുകളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് രാജ്യസ്നേഹിയായ നമ്പിനാരായണൻ എന്ന ശാസ്ത്രജ്ഞന് അദ്ദേഹത്തിന്റെ കരിയറും ജീവിതവും ചിലരുടെ കുൽസിത ശ്രമത്തിൽ ഇല്ലാതായത്. ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസഫർ നഗറിലെ റയറ്റ്സിൽ പാകിസ്ഥാന്റെ ISI ഇന്ത്യയിലെ ചില ആൾക്കാരുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞത് സെക്കുലർ പാർട്ടി എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഗാന്ധി കുടുംബത്തിന്റെ ആധുനിക തീർച്ചയായും നമ്മുടെ ജനാധിപത്യം മെച്ചുവറാണ്. അതുകൊണ്ടാണ് ബോംബെ തീവ്രവാദി ആക്രമണം കഴിഞ്ഞപ്പോൾ പോലും ഏറ്റവും സമചിത്തതയോടെ, ഏറ്റവും ഇൻക്ലൂസീവായി എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടൊരു നിലപാട് മാത്രമേ നൽകൂ. ഇപ്പൊ IBയുടെ ചീഫ് ആരാ? ശ്രീ അൻസിഫ് ഇബ്രാഹിമിനെ പോലുള്ള ഒരുപാട് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയെയും പോലീസ് സംവിധാനങ്ങളെയും കരിവാരി തേക്കുന്നത് മുസ്ലിം വിക്ടിമിസം, ഇരവാദം പ്രൊമോട്ട് ചെയ്യാനാണ്. ഇന്ത്യയിലെ ഇന്റലിജൻസ് ഓഫീസേഴ്സ് ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഓഫീസേഴ്സിലൊന്നാണ്. നമ്മുടെ പോലീസ് സംവിധാനത്തിന് ചെറിയ ന്യൂനതകൾ കാണാം, പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പം നമ്മുടെ അന്വേഷണ ഏജൻസികളെയും കോടതികളും മുഴുവൻ മൃദു ഹിന്ദുത്വ സമീപനമുള്ളവരാണെന്ന് വരുത്തി തീർക്കാനും അതുവഴി ഇരവാദം വരുത്തി തീർക്കാനും ഞങ്ങളെല്ലാം വേട്ടയാടപ്പെടുകയാണെന്ന് പറയാനും ആഗോള ഇസ്ലാമിക തീവ്രവാദ നിലപാട് തന്നെ അതെയാണ്. വി മുസ്ലിംസ് ആർ ടാർഗറ്റഡ്. ഞങ്ങൾ മുസ്ലിംസ് വേട്ടയാടപ്പെടുന്നു എന്ന് അൽ ഖൈദ